ഇപ്പോൾ മാമിന്റെ ഹസ്ബൻഡ് ഡയറക്ടറാണ്. അപ്പോൾ മക്കൾക്ക് അങ്ങനെ ഡയറക്ഷനിലേക്ക് എന്തെങ്കിലും ആഗ്രഹം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അതോ ആക്ടിങ് തന്നെയാണോ അവർക്ക് ഇഷ്ടം? മൂത്ത ആൾക്ക് അഭിനയത്തിനോടാണ് കൂടുതൽ താല്പര്യം. ചെറിയ ആൾക്ക് ബിഹൈൻഡ് ദ ക്യാമറയാണ്. പക്ഷെ അത് ചെറിയ ആളിപ്പം 18 ഇയേഴ്സേ ആയുള്ളൂ. അപ്പോൾ വണ്ടി എങ്ങോട്ട് പോകണം എന്ന് തിരിച്ചറിയാൻ പറ്റാതെ നടു റോട്ടിൽ നിൽക്കുന്ന അവസ്ഥയിലാണ്. കുറച്ചുകൂടെ കഴിയട്ടെ. ഇപ്പോൾ മാം ഇപ്പോൾ ഒരുപാട് ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തെന്ന് പറഞ്ഞു. മാമിൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ മാം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാ അപ്പോൾ ചെയ്യുമ്പോൾ മാം വൈഫാണെന്നുള്ള ഒരു കൺസിഡറേഷൻ ഒക്കെ ആ ഒരു സമയത്ത് തരുമോ? ആരും നമ്മളപ്പുറത്ത് കണ്ട ഭാവം ഉണ്ടാവില്ല. ഞാൻ ആകെ 2 സിനിമകളെ ചെയ്തിട്ടുള്ളൂ. ഒന്ന് ആദ്യം ഫസ്റ്റ് സിനിമയിൽ ജനപ്രിയ എന്ന് പറഞ്ഞ സിനിമയിലായിരുന്നു. അപ്പം ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ അത് ഡയറക്ടറാണല്ലോ, ആ സ്ഥാനത്തെയാണല്ലോ നമ്മൾ മാനിക്കുന്നത്. സർ എന്ന് പറഞ്ഞേ സംബോധന ചെയ്യാറുള്ളൂ. പിന്നെ ഈ ഇപ്പം ത്തിന് മുന്നേ ഉള്ള പടത്തില് അൽമല്ലു എന്ന് പറഞ്ഞതില് ഞാൻ പിന്നെ അവസാനം ഭീഷണിപ്പെടുത്തി. അതില് ഒരു ക്യാരക്ടർ ഒന്നും തന്നില്ല, ഞാൻ വീട്ടിൽ കയറ്റില്ല. കാരണം വേറെ ഒന്നുമില്ല, ആൾക്കാരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും ചേട്ടൻ ഇവിടുത്തെ ചേച്ചിയില്ലേ. ഇപ്പൊ തന്നെ ഒരു പടം നടന്നുകൊണ്ടിരിക്കും. അപ്പൊ എന്നോട് ചോദിക്കും ആരൊക്കെ ഉണ്ട്, ഞാൻ ഒഴികെ ബാക്കി എല്ലാവരും ഉണ്ട് എന്ന് പറയും. അത് ഡിഫറെന്റ് ആണ്. എന്തൊക്കെ പറഞ്ഞാലും ഹസ്ബൻഡ് അല്ലേ. സാറും അഭിനയിക്കുന്നുണ്ടല്ലോ, അപ്പൊ അതിനെ മാം എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്? ഞാനാണ് സത്യം പറഞ്ഞാൽ തള്ളുന്നതല്ല, പുള്ളി അഭിനയിക്കാൻ പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഈ പറയുന്ന പോലെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര ടെൻഷൻ പിടിച്ച പണിയാണല്ലോ. അപ്പൊ ഇതുപോലെ അഭിനയിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഒക്കെ വന്നപ്പോൾ പുള്ളിക്ക് ഒരു ഡബിൾ മൈൻഡ് ഉണ്ടായിരുന്നു, വേണോ വേണ്ട. പക്ഷെ പുള്ളി ഡയറക്ഷന് മുന്നേ പണ്ട് ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ഒക്കെ അഭിനയിച്ചിട്ടുള്ള ആളാണ്. അപ്പം അഭിനയം ഉള്ളിലുള്ളൊരു വ്യക്തിയാണ്. അപ്പൊ കോവിഡിന്റെ സമയത്തൊക്കെ നടിയായ ഞാൻ വീട്ടിലിരിക്കുകയായിരുന്നു, ഡയറക്ടറായ അദ്ദേഹം ഒരു 10 പടത്തോളം പോയി അഭിനയിച്ചു. അപ്പൊ ഞാൻ തമാശക്ക് പറയായിരുന്നു, നേരത്തെ ഒരു ഈഗോ വർക്കൗട്ട് ആവത്തില്ല. കാരണം അത് ഡയറക്ടറും ഇത് ആർട്ടിസ്റ്റ് ആണല്ലോ. പിന്നെ ഇതിപ്പോ രണ്ടും അഭിനയം കൂടി ഉള്ളത് കൊണ്ട് പിന്നെ ഒരു സമാധാനം. ഞാൻ പറയും എനിക്ക് വരുന്ന റോള് ചില തട്ടിയെടുക്കാൻ പറ്റില്ലല്ലോ, സാരി അഭിനയിക്കാൻ പറ്റൂലല്ലോ. ആ ഒരു സമാധാനത്തിൽ നിൽക്കുക. അപ്പൊ എങ്ങനെയാ ഇപ്പൊ മാമിന്റെ ആക്ടിങ് എങ്ങനെയാ അവര് ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്? അപ്പൊ മക്കളാണെങ്കിലും ശരി, സാറാണെങ്കിലും ശരി, എങ്ങനെയാ പറയോ ഇങ്ങനെ നന്നായിരുന്നു? മക്കൾ ഇതുവരെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറയാനുണ്ട്, രശ്മിക്ക് ഈ മസിൽ പിടിച്ചുള്ള അഭിനയം ഒന്ന് നിർത്തണം, പിന്നെ ഈ സാരിയുടെ തലപ്പ് പിടിച്ചുള്ള അഭിനയം നിർത്തണം, അങ്ങനെയുള്ള കുറെ മൈന്യൂട്ട് സജഷൻസ് ഒക്കെ എന്നോട് പറയും. കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ട് നാച്ചുറൽ ആയിട്ട് ചെയ്യാൻ നോക്കണം. ചില സാധനങ്ങൾ കാണുമ്പോൾ എല്ലാം നല്ല മേ ബി ആ ക്യാരക്ടറിന് ചേരാത്ത ഗസ്റ്റേഴ്സ് നമ്മളിൽ വന്നുകൊണ്ടായിരിക്കുമല്ലോ പറയുന്നത്. അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ പറയും. ഇങ്ങോട്ടും അഭിപ്രായം ചോദിക്കും, എന്തെങ്കിലും സാധനം കണ്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കും. ഹെൽത്തി സജഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. പിന്നെ ഒരു പരിധിക്കപ്പുറത്ത് ഞാൻ പുള്ളിയുടെ പ്രൊഫഷനിലും പുള്ളി എൻ്റെ പ്രൊഫഷനിലും ഇടപെടാറില്ല. അതാണ് ആരോഗ്യപരമായ കുടുംബത്തിൽ നല്ലത്. അല്ല, ഇപ്പൊ ഒരു മൂവി വന്നു കഴിയുമ്പോ സാറിന്റെ അടുത്ത് പറയണ്ട ഇങ്ങനെയാണ് സ്റ്റോറി, ഇതാണ് എന്റെ ക്യാരക്ടർ, അപ്പൊ ആള് പറയാം അങ്ങനത്തെ ക്യാരക്ടർ വേണ്ട, അല്ലെങ്കിൽ ഈ ക്യാരക്ടർ ചെയ്തോ, അങ്ങനെയൊക്കെ പറയാറുണ്ടോ? പണ്ട് ഇതുപോലെ ഈ പറഞ്ഞ പോലെ എന്നെക്കാൾ ഏജുള്ള ആളുടെ അമ്മയായിട്ടൊക്കെ വിളിച്ചപ്പം വേണോ രശ്മി എന്നൊരു ചോദ്യം മാത്രമേ ചോദിച്ചുള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് പ്രായം പക്വതയായപ്പോ എനിക്ക് വരുന്ന വർക്കൊക്കെ ഞാൻ തന്നെ സെലക്ട് ചെയ്യാം. കമ്മിറ്റ് ചെയ്താൽ പറയും ഇങ്ങനെ ഒരു സാധനം ചെയ്യാൻ പോകുന്നുണ്ട്. അല്ലാതെ അങ്ങനെ കൂടുതൽ അഭിപ്രായങ്ങളൊന്നും ചോദിക്കാറില്ല, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. ഞാൻ പറഞ്ഞല്ലേ, കുടുംബം നന്നായി പോണെങ്കിൽ ഒരു ഹെൽത്തി സ്പേസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. രണ്ടുപേരും അവർക്കുള്ള സ്പേസ് കൊടുക്കണം. കാരണം ഏതൊരു റിലേഷൻഷിപ്പിലും നമ്മൾ പറയില്ലേ, മുറുക്കെ പിടിച്ചു കഴിഞ്ഞാൽ ശ്വാസം വിട്ടും. അപ്പോൾ ഒരു ചെറിയൊരു അയവ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. അതാ പറഞ്ഞത്, നമ്മൾ ഓരോ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുറേ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പം നമുക്ക് മനസ്സിലാക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം 20-ാം വയസ്സിൽ ഞാൻ എങ്ങനെ പെരുമാറി എന്നുള്ള ലെവലിലായിരിക്കും ഇപ്പം ഈ 40-ാം വയസ്സിൽ ഞാൻ പെരുമാറുന്നത്. ഞാൻ ബെറ്റർ ആയി എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നമുക്ക് നമ്മളിലൊരു കോൺഫിഡൻസ് വേണമല്ലോ. ഇപ്പൊ മാം ഇത്രയും വർഷമായി ഒരുപാട് ആൾക്കാരെ മാം മീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ മാമിന്റെ ഇപ്പൊ പറഞ്ഞ പോലെ മാമിന്റെ സ്വഭാവത്തിലും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. അപ്പൊ മാമിന് പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു മാറ്റം എന്തായിരിക്കും? എൻ്റെ സ്വഭാവത്തിൽ എനിക്ക് ഇങ്ങനെ ചെയ്യണ്ടെന്നുള്ള ആ ഒരു സ്വഭാവം എൻ്റെ മൊത്തത്തിൽ മാറി, ഇപ്പൊ ഞാൻ അങ്ങനെയാണ്, അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ പണ്ട് ഈ പറഞ്ഞ ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, പ്രതികരിക്കേണ്ട സ്ഥലത്ത് ഞാൻ പ്രതികരിക്കാറില്ല എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്കറിയാം, ഇപ്പൊ എനിക്കത് ഓക്കെ അല്ലെങ്കിൽ അത് ഓക്കെ അല്ല എന്ന് പറയാനും അറിയാം. പിന്നെ ചില സ്ഥലത്ത് നമുക്ക് തോന്നും ഒരു കോൺവെർസേഷൻ ഇല്ലാതെ മ്യൂട്ടായി നിൽക്കുന്നതാണ് നല്ലതെങ്കിൽ മ്യൂട്ടായി, അതായത് സിറ്റുവേഷൻസ് മനസ്സിലാക്കി തുടങ്ങി. എല്ലാ സിറ്റുവേഷനും ഒരുപോലെ ഡീൽ ചെയ്യാതെ കുറച്ചും കൂടി സിറ്റുവേഷനിൽ റിയാക്ട് ചെയ്യാൻ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാലും ആരും പെർഫെക്റ്റ് അല്ലല്ലോ. അതെ.
ഇപ്പൊ മാമിന് അറിയായിരുന്നു ഇപ്പൊ കല്യാണം കഴിഞ്ഞാൽ ഇനി അഭിനയിക്കാൻ പറ്റും. നമുക്കറിയാം കുറച്ച് പേരെങ്കിലും നന്നായി ആക്ട് ചെയ്യുന്നവരാണെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ പിന്നെ വീട്ടിലെ കാര്യങ്ങൾ നോക്കി നിൽക്കായിരിക്കും. മാമിന് എങ്ങനെയായിരുന്നു? മാം കല്യാണം കഴിഞ്ഞിട്ടാണ് എനിക്ക് തോന്നുന്നു മാം പറഞ്ഞ പോലെ ഈ സിനിമ ചെയ്തത്. സീരിയൽ ചെയ്തു വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങളെ കല്യാണം കഴിഞ്ഞു. കല്യാണം ഈ പറഞ്ഞ പുള്ളി ക്രിസ്ത്യനും ഞാൻ ഹിന്ദുവാണ്. അപ്പൊ വീട്ടിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അന്നും അച്ഛനും അമ്മയാണ് എന്റെ കൂടെ നിന്നത്. ആദ്യമൊക്കെ ഒപ്പോസ് ചെയ്തു, കാരണം ഇത് വെറും ഒരു ടൈം പാസോ അല്ലെങ്കിൽ ഒരു ഫ്ലിങ് ആണെങ്കിൽ പോകുന്നുണ്ട് പോട്ടെ എന്ന് കരുതി. അപ്പൊ അത് സീരിയസ് ആണെന്ന് മനസ്സിലാക്കി അച്ഛനും അമ്മയും തന്നെ എല്ലാവരും നോർമൽ രീതിയിൽ തന്നെയാണ് കല്യാണം നടത്തി തന്നത്. പിന്നെ മോനുണ്ടായി കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ബ്രേക്ക് എടുത്തു. അപ്പൊ പിന്നെ മനസ്സിൽ അങ്ങനെ വലിയൊരു അഭിനയം എന്താ പറയുക ഭയങ്കര ഒരു പാഷനായിട്ടോ പ്രൊഫഷനായിട്ടോ കൊണ്ടുപോകണം എന്നുള്ളൊരു മെന്റാലിറ്റി അന്നില്ലായിരുന്നു. പക്ഷെ വീട്ടിൽ ഇരുന്നിരുന്ന് കുറെ കഴിയുമ്പോൾ നമുക്കൊരു മൈൻഡ് പ്രശ്നമാവുമല്ലോ. നമ്മൾ ഈ പറഞ്ഞ പോലെ 19 വയസ്സ് മുതൽ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്തു, പിന്നെ അങ്ങനെ വീട്ടിലിരിക്കുന്നു, കുഞ്ഞിന്റെ കാര്യം നോക്കുന്നു, വേറെ ഒന്നൊരു എൻഗേജ്മെന്റ് ഇല്ലാത്ത അവസ്ഥ. അങ്ങനെ ആ സമയത്താണ് ഹസ്ബൻഡിന്റെ ഫസ്റ്റ് ഇൻഡിപെൻഡന്റ് സീരിയൽ വരുന്നത്. അപ്പോൾ ഷൂട്ട് തുടങ്ങുന്നു, അതിനെപ്പറ്റി ഇന്ന ആൾക്കാരാണ് അഭിനയിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. ഒരു ദിവസം ഇതുപോലെ അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ എന്നെ വിളിക്കുന്നു, ചേച്ചി ഇതുപോലെ സീരിയലിലേക്ക് ഒരു ക്യാരക്ടർ വന്നിട്ടുണ്ട്. നമ്മൾ എൻ്റെ ഹസ്ബൻഡ് ചെയ്യുന്ന സീരിയലല്ലേ? അതെ. ഞാൻ പറഞ്ഞല്ലോ ഇന്ന് രാവിലെ പോകുമ്പോഴൊന്നും പറഞ്ഞില്ല. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ എന്നോട് ചോദിച്ചപ്പം അല്ല എനിക്ക് മനസ്സിലായി രശ്മിക്ക് ഇങ്ങനെ ഒരു ബോദറിങ് ഉണ്ടെന്ന് തോന്നി. ചെറിയ ചെറിയ സാധനങ്ങൾ ചെയ്തിട്ട് തിരിച്ചു വന്നു. അപ്പം തിരിച്ചു വരാൻ കൂടുതൽ സപ്പോർട്ട് ചെയ്തതും പുള്ളി തന്നെയാണ്. അങ്ങനെയാണ് മറ്റേ മനസ്സിനക്കരക്ക് അതിനുശേഷം കുറെ കഴിഞ്ഞിട്ടാണ് ഞാൻ വീണ്ടും സീരിയലിലേക്ക് തന്നെ തിരിച്ചു വന്നതും പുള്ളിയുടെ സീരിയൽ ഉത്തരവാണ്. ഇപ്പൊ സീരിയൽസും അതുപോലെ മൂവി എങ്ങനെ മാം അത് ഡേറ്റ് ഒക്കെ എങ്ങനെയാ നോക്കുന്നത്? ഇപ്പൊ സീരിയൽ ചെയ്യുന്ന സമയത്ത് ടൈം ഒരു സീരിയൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പൊ അതിന്റെ ഗ്യാപ്പിൽ വരുന്ന പ്രോജക്ട്സ് ആണെങ്കിൽ സിനിമ വരും. സിനിമ ഇങ്ങനെ എല്ലാ മന്തൊന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ 6 months കൂടുമ്പോഴായിരിക്കും ഒരു പ്രോജക്റ്റ് വരിക. പിന്നെ ഇപ്പൊ തന്നെ ഒരു കമ്മിറ്റ് ചെയ്ത പ്രോജക്റ്റ് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് മാറിപ്പോയി. അപ്പം അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ടല്ലോ. അങ്ങനെ ഒരു ഭീകരമായ ക്ലാഷ് വന്നിട്ടില്ല. ഇപ്പൊ സീരിയലിന്റെ സമയത്ത് നല്ല പ്രോജക്റ്റ് വരുമ്പോൾ സീരിയൽ അവരോട് സംസാരിച്ച് അവരതിന്റെ ഡേയ്സ് എനിക്ക് ചാർട്ട് ചെയ്ത് തരും. വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഇപ്പൊ മെഗാ സീരിയൽസ് ഒക്കെ ചെയ്യുമ്പോ എങ്ങനെയാ എനിക്കറിയില്ല, അതാ ഞാൻ ചോദിച്ചത്. ഇപ്പൊ മെഗാ സീരിയൽ കുറെ ഉണ്ടാവില്ല, നമുക്ക് എപ്പോഴെങ്കിലും മടുപ്പോ അങ്ങനെ എന്തെങ്കിലും തോന്നാറുണ്ടോ? ഒരേ ടൈപ്പ് കഥാപാത്രത്തിന് യാതൊരു ഡിഫറൻസ് ഇല്ലാതെ ഒരേ മോഡിൽ പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു മടുപ്പ് തോന്നും. പക്ഷെ എനിക്ക് ഇതുവരെ കിട്ടിയുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ കുറച്ച് ഒരു ഗ്രാഫുള്ള ക്യാരക്ടേഴ്സാണ് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ഒന്നും ഇതുവരെ മടുപ്പ് തോന്നുന്ന കഥാപാത്രങ്ങൾ വന്നിട്ടില്ല. അതുപോലെ തന്നെ എനിക്ക് ചോദിക്കണം എന്നുള്ളതാണ്, നമ്മൾ ഈ സീരിയൽസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ കുറെ എപ്പിസോഡ്സ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ കോസ്റ്റ്യൂം ആക്സസറീസ് അതൊക്കെ മാറി മാറി ഇടുന്നല്ലോ. അപ്പൊ അതൊക്കെ എങ്ങനെയാ? അപ്പൊ കുറെ സാരീസ് ഉണ്ടാവും. ഞാനിപ്പോ നമ്മളിപ്പോ എല്ലാ സീരിയൽ ആർട്ടിസ്റ്റിനോട് ചോദിക്കാൻ നിൽക്കുന്ന ഒരു ചോദ്യമാണ്, അങ്ങനെ ഉണ്ടോ? ഉണ്ട്. കാരണം ഈ പറയുന്ന പോലെ ഞാൻ പൊതുവേ എന്താ പറയണ്ട് വസ്ത്രത്തിനോടും സ്വർണത്തിനോടും ആഭരണത്തിനോടും ഭ്രമം കുറവുള്ള ആളാണ്. പക്ഷെ ഈ വർക്കിന്റെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ വാങ്ങിച്ചുപോലെ, പ്രത്യേകിച്ച് നമ്മൾ റിച്ച് ക്യാരക്ടർ ചെയ്യുകയാണെങ്കിൽ പെട്ടുപോകും. കാരണം ഇത്രയും സാരി ഒരു ദിവസം തന്നെ ചിലപ്പോൾ നമുക്ക് 15 ചേഞ്ച് ഒക്കെ വരുന്ന ദിവസങ്ങളുണ്ടാവും. അപ്പൊ ഒരു ഷെഡ്യൂളിൽ തന്നെ ഒരുപാട് സാരി, കുറെ സാരി നമ്മൾ വാങ്ങും. പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു ഈസി പരിപാടി, കുറെ ബ്ലൗസുകൾ തയ്ച്ചിട്ട് അമ്മയുടെ അൽമാരെ പോയിട്ട് മാച്ചിങ് ആയിട്ടുള്ള സാരി കൊണ്ടുവരും. ചേച്ചിമാര് വല്യമ്മമാര് അവരുടെയൊക്കെ സാരികൾ കൊണ്ടുവരും. 2-3 ഷെഡ്യൂൾ കഴിയുമ്പോൾ അവർക്ക് അത് തിരിച്ചു കൊടുക്കും. പക്ഷെ ഇപ്പൊ ഈ നോക്കുമ്പോൾ റോൾ ചെയ്യൽ കുറച്ച് ബുദ്ധിമുട്ടാണ്ട് ഞാൻ തന്നെ വാങ്ങിയിട്ട് വെക്കുകയാണ്. അപ്പൊ ഇപ്പം ട്രിവാൻഡ്രത്താണ് ഷൂട്ട്. അപ്പൊ അവിടെയുള്ള ഗസ്റ്റ് ഹൗസിൽ ഞാൻ പറയും വീട്ടിലേക്കാൾ തുണികളാണ് ഇപ്പൊ അവിടെ ഇരിക്കുന്നത്. കാരണം ഒരു സീരിയൽ തീരുമ്പോൾ തന്നെ അത്രയും കോസ്റ്റ്യൂംസ് ഉണ്ടാവുമല്ലോ. പിന്നെ കുറെ കഴിയുമ്പോൾ നാട്ടിൽ കൊണ്ടുപോയി ഒന്ന് കറക്കിയിട്ടൊക്കെ കൊണ്ടുവരും. അങ്ങനെ നമ്മളിട്ടത് മീൻസ് ഒരു ഇതിൽ നമ്മളിട്ട ഡ്രസ്സ് പിന്നെയും അത് റിപ്പീറ്റ് ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. എന്നോട് ഇടയ്ക്ക് ആരോ ചോദിക്കുകയും ചെയ്തു, മറ്റേ സീരിയലില് ഇട്ട അതേ ഡ്രസ്സ് തന്നെയല്ലേ ഇതിലോട്ട്. ഞാൻ പറഞ്ഞ ആ സീരിയൽ അഭിനയിച്ചാൽ ഞാൻ തന്നെയല്ലേ ഇതിലും അഭിനയിക്കുന്നത്. അങ്ങനെ എല്ലാത്തിലും പക്ക ചേഞ്ച് കൊണ്ടുപോയി. പിന്നെ ഞാനങ്ങനെ ഒരുപാട് സീരിയലുകൾ ചെയ്യുന്നില്ല. അറ്റ് എ ടൈം ഒരെണ്ണേ ചെയ്യുന്നുള്ളൂ. അതിൽ മാത്രം ഫോക്കസ് ചെയ്താൽ മതിയാണ്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ മാം, ഈ ഒരു ഫീൽഡിൽ വന്നില്ലായിരുന്നെങ്കിൽ മാം ഏത് പ്രൊഫഷൻ ആയിരിക്കും ചൂസ് ചെയ്യാം? ബാങ്ക്, ഇപ്പൊ അച്ഛൻ ബാങ്കിലാണെന്ന് പറഞ്ഞല്ലോ, അങ്ങനെയൊന്നുമില്ല? എന്തായാലും ഇല്ല. മേ ബി ഞാൻ നല്ലൊരു ഡേ കെയർ സെന്റർ ഒക്കെ തുടങ്ങുമായിരിക്കാം. ചെറിയ പിള്ളേരൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഒന്നിക്ക് ചിലപ്പോൾ ടീച്ചിങ് പ്രൊഫഷനിലേക്ക് പോകുമായിരിക്കാം, ഐ ഡോണ്ട് നോ. എന്തായാലും വലിയ വലിയ ജോലിയൊന്നും ആയിരിക്കില്ല. ഇതുപോലെ കുറച്ച് എന്താ പറയുക സിംപ്ലറായി കുറച്ച് മനസ്സിന് സന്തോഷം കിട്ടുന്ന ഇതുപോലത്തെ എനിക്കത് ഇപ്പോഴും എൻ്റെ മനസ്സിലുള്ള കാര്യമാണ്. ഒന്നിക്കലൊരു പെറ്റ് സെന്റർ പോലത്തെ ഒരു സാധനം, പെറ്റ് വെൽബീങ്ങിന്റെ, അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഡേ കെയർ സെന്റർ,
കാരണം എല്ലാം കുഞ്ഞായിരിക്കുമ്പോൾ നല്ല രസമാണ്. വലുതാവരും എല്ലാം കുഞ്ഞായിട്ട്. അത് മക്കളോട് പറഞ്ഞിട്ടുണ്ടോ? പിള്ളേരോട് പറയും. അത് പണ്ട് ഞാൻ വിരിക്കും ഇവരൊന്ന് വേഗം എഴുന്നേറ്റ് സംസാരിച്ച് അവരവരെ കാര്യങ്ങൾ നോക്കാൻ പ്രാപ്തിയായ നമ്മളൊന്ന് ഫ്രീ ആവുമല്ലോ എന്ന് വരും. പക്ഷെ പിള്ളേര് വലുതായി കഴിഞ്ഞ് പിന്നെ അവരവരെ ലോകത്തേക്ക് പോകുമ്പോൾ ഞാൻ ഇങ്ങനെ പറയും പെട്ടെന്ന് വലുതാവണ്ടായിരുന്നു. എങ്ങനെയാണ് അവരുടെ സപ്പോർട്ട്? എങ്ങനെ ഷൂട്ട് അവർ കൂടെ വരാറൊക്കെ ഉണ്ടോ? ഇല്ല അവരങ്ങനെ ഇന്ന് തന്നെ രണ്ടാമത്തെ ആളെ എന്റെ കൂടെ വരാന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് സമയം അതെനിക്കറിയായിരുന്നു വരില്ല, ലാസ്റ്റ് സമയമില്ല അപ്പൊ അവരങ്ങനെ ലൊക്കേഷനിൽ വരുമൊന്നുമില്ല. പക്ഷെ ഭയങ്കര സപ്പോർട്ടീവാണ്. ഇപ്പൊ തന്നെ ഞാൻ ശരിക്കും ഒരു 5 years ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. മൂത്ത മോന്റെ 10th 12th ഒക്കെ ആ സമയം ഒന്ന് ബ്രേക്ക് എടുത്തിരുന്നു. അത് കഴിഞ്ഞ് ഇനി ഇരിക്കുമ്പം പിള്ളേർ തന്നെ പറഞ്ഞു അമ്മ ഇപ്പൊ ഞങ്ങൾ വലുതായല്ലോ, ഞങ്ങൾക്ക് ഞങ്ങളെ കാര്യങ്ങൾ നോക്കാറായല്ലോ, നമുക്ക് ഓപ്പർച്യൂണിറ്റി അങ്ങനെ ഒരു പ്രോജക്റ്റ് വിളിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പോകണോ വേണ്ടയോ എന്ന് വെച്ചപ്പോൾ രണ്ടും കൂടിയിട്ട് ഉന്തി തള്ളി വിട്ടത്. സംഭവം വേറെ ഒന്നുമല്ല, ഞാൻ വീട്ടിലേക്ക് അത്രയും സമാധാനം ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ചോദിക്കുന്നില്ല അങ്ങനെയെങ്കിലും സപ്പോർട്ട് വരുന്നുണ്ട്. ഇപ്പൊ എങ്ങനെ ഇപ്പൊ മാം പുറത്തൊക്കെ പോകുമ്പോ ഇങ്ങനെ ആൾക്കാർ വരും ഫോട്ടോ എടുക്കും. ഇപ്പൊ മക്കളൊക്കെ ആയിട്ട് പോകുമ്പോ എങ്ങനെ അവർക്ക് അതൊക്കെ അതൊരു വലിയ പ്രശ്നമാണ്. അവർ പറയും അമ്മേൻ്റെ കൂടെ എവിടെയും വരാൻ പറ്റില്ല, അപ്പൊ വരും. ഇതുപോലെ ബാംഗ്ലൂരിൽ മൂത്ത മോനെ ചേർക്കാൻ വേണ്ടി കൊണ്ടുപോയപ്പം അവിടെ എത്തിയിട്ട് പോകുമ്പോൾ പറഞ്ഞു ഒരു സമാധാനം ഇവിടെ അമ്മേൻ്റെ കൂടെ സമാധാനം പറഞ്ഞ് തീരുമ്പോഴേക്കില് ഒരു മലയാളി ഫാൻ. ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെ മലയാളികളാണല്ലോ ഉള്ളത്. അപ്പൊ ഇവിടെയും സ്കോപ്പ് ഇല്ല അങ്ങനെ ഇഷ്ടമല്ല അങ്ങനെ. അല്ല അവർക്ക് ഈ പറയുന്ന ഒരു പേഴ്സണൽ സ്പേസിൽ ആൾക്കാർ വരുന്നതിന്റെ ഒരു പ്രശ്നമാണ്. നാളെ ഇപ്പൊ അവരും അഭിനയിക്കാൻ ഇറങ്ങുവാണെങ്കിൽ അവരും അനുഭവിക്കുമല്ലോ, അനുഭവിക്കട്ടെ. അത് എൻജോയ് ചെയ്യും. കാരണം ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പം ഒരു ക്യാരക്ടർ ചെയ്തിട്ട് ഒരാൾ തിരിച്ചറിഞ്ഞില്ലെങ്കിലല്ലേ നമുക്ക് വിഷമം വരിക. പക്ഷെ ഈ അസ്ഥാനത്തുള്ള ചില ഇടിച്ചുകയറ്റങ്ങൾ ഉണ്ടാവുമല്ലോ. ഒരു പക്ഷെ അതൊരു മരണ വീടായിരിക്കാം, അല്ലെ ആശുപത്രി ആയിരിക്കാം, അല്ലെ അമ്പലത്തിൽ നമ്മൾ ഭയങ്കര പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വരുമ്പോൾ ഞോണ്ടലുണ്ട്. അതൊക്കെ ചിലപ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഈ പറഞ്ഞ നമ്മുടെ സ്നേഹം കൊണ്ടാണല്ലോ എന്നുള്ള തിങ്കിങ് വരുമ്പോൾ ഓക്കെ. ഞാൻ കഴിവതും ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളാണ്. പിന്നെ നമ്മളും മനുഷ്യരല്ലേ, നമ്മൾ ചില സമയത്ത് ഭയങ്കര മൂഡ് ശരിയല്ലാണ്ടൊക്കെ ഇരിക്കുമ്പോഴേക്കും ചിലർ വന്ന് സംസാരിക്കുക. അപ്പോൾ അവർ വിചാരിക്കും അയ്യോ ആ പെണ്ണുമ്പിള്ളേക്ക് ഭയങ്കര ജാള കേട്ടോ, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ മാം എങ്ങനെ ഇപ്പൊ ഡാൻസ് എന്നൊക്കെ പറഞ്ഞു, മാം ഇപ്പൊ ഡാൻസ് ചെയ്യാറൊന്നുമില്ല? അങ്ങനെ ഞാനൊരു പക്ക അരങ്ങേറ്റം ഒന്നും നടത്തിയിട്ടില്ല. അപ്പൊ പോയി തെയ്യം തത്ത ഒക്കെ കളിച്ചു. സീരിയലിൽ കയറി. ഈ പറയുന്ന പോലെ എല്ലാം പാതി വഴിക്ക് ഇട്ട് വെച്ചിട്ട് വന്നിരിക്കുകയാണ്. പാട്ടാണെങ്കിലും ഡാൻസ് ആണെങ്കിലും എല്ലാം ഈ പറഞ്ഞ പകുതി വഴിക്ക്. പാട്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പൊ മാം നന്നായി പാടുന്ന കേട്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടിത്തരാൻ പറ്റും? ഞാൻ അങ്ങനെ പഠിച്ചിട്ടില്ല, എന്നെ കൊണ്ടാക്കി ഒരാഴ്ച കഴിഞ്ഞപ്പോ ഇട്ടുകൊണ്ട് പോയതാണ്. പക്ഷെ പാട്ട് ഇഷ്ടമാണ്. ഹിന്ദി പാട്ട് കുഴപ്പമില്ലല്ലോ? ഒരു കുഴപ്പമില്ല. लग जा गले के फिर हंसी रात हो न हो, शायद फिर इस जन्म में मुलाकात हो न हो, लग जा गले. 4 വരി എന്ന് പറഞ്ഞാൽ 4 വരി. ഞാനതിങ്ങനെ കേട്ട് രസിച്ച് മാം നിർത്തി. അതാണ് സ്വരം പാട്ട് നിർത്തണം എന്ന് പറഞ്ഞു. എന്തായാലും നന്നായി പാടിയത്. അപ്പൊ എങ്ങനെ വീട്ടിലൊക്കെ ഇരിക്കുമ്പോ ഇങ്ങനെ പാടാറുണ്ടോ? എല്ലാവരും എന്ത് പറയും? പാട്ട് പഠിച്ചു ഡാൻസ് ചെയ്തോളൂ എന്നൊക്കെ പറയാറുണ്ടോ? അങ്ങനെയൊന്നും ആരും പറയാറൊന്നുമില്ല. പക്ഷെ ഞാൻ പാട്ട് പാടുന്ന എന്റെ അച്ഛനമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും പറയും നിനക്ക് അതൊന്ന് കണ്ടിന്യൂ ചെയ്തുകൂടെ എന്ന് പറയും. അതില് കുക്കിങ്ങും ഭയങ്കര ഇഷ്ടമാണ് കേട്ടിട്ടുണ്ട്. ഞാൻ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. പൊതുവെ സ്ത്രീകൾ പറയില്ല നമുക്കൊരു എന്താ പറയണ്ടേ, ഒരു പെർട്ടിക്കുലർ കുക്കിംഗ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കാം. പക്ഷെ ഈ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം രാത്രി ഇത് മാത്രമാവുമ്പോൾ നമുക്ക് അതിനോട് ഒരു വിരക്തി തോന്നും കേട്ടോ. അപ്പൊ ഞാൻ ഇപ്പൊ കോവിഡിന്റെ സമയത്ത് തന്നെ മൂത്ത മോൻ കുറെ നാളിന് ശേഷമാണ് വീട്ടിലുണ്ടായത്. അപ്പൊ ആദ്യത്തെ 1 മാസമൊക്കെ ഭീകര കുക്കിംഗ് ആയിരുന്നു.
പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ശരിയാവില്ല. നമ്മുടെ മാത്രം ജോലിയായി മാറുമ്പോൾ നമുക്ക് അതിനോടൊരു ഇത് തോന്നുമല്ലോ. അവരെങ്ങനെ ഹെൽപ്പ് ചെയ്യോ മാമിനെ? കാരണം രണ്ട് ആൺകുട്ടികളാണ്. അമ്മ എന്തെങ്കിലും ഹെൽപ്പ് വേണോ അതിനുശേഷം അത്യാവശ്യം കുഞ്ഞു കുഞ്ഞു ഹെൽപ്പൊക്കെ ചെയ്യും. പിന്നെ ഇഷ്ടമാണ് അവർക്കും. പിന്നെ ഈ മൂത്താൾ ഇപ്പൊ ജോലിയുടെ തിരക്കിലൊക്കെ ആയത് കൊണ്ടുള്ള ഇത് മാത്രം. അപ്പൊ കുക്കിങ്ങിൽ അവര് ഇപ്പൊ വന്നു കഴിഞ്ഞാൽ മാമിനെ കിട്ടിക്കഴിഞ്ഞ ആ സമയത്ത് എന്തായിരിക്കും ഒന്ന് കുക്ക് ചെയ്യാൻ പറയുന്നത്? മാം ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടം പോട്ട് ബിരിയാണി. അത് ഇഷ്ടമാണ്. അത് വെച്ചു കൊടുത്ത രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഒക്കെ എന്റെ പിള്ളേർ കഴിച്ചു. എനിക്ക് ഏറ്റവും കൂടുതൽ അവർക്ക് ഇഷ്ടം ഞാൻ വെക്കുന്ന ഒരു സിംഗിൾ പോട്ട് ബിരിയാണി ഉണ്ട്, വലിയ അലങ്കാരമൊന്നും ഇല്ലാത്തത്. അത് ഇഷ്ടമാണ്. ഇപ്പൊ മാം ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ നെഗറ്റീവ് ക്യാരക്ടേഴ്സും ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പൊ പുറത്തിറങ്ങുമ്പോൾ ആരെങ്കിലും ഇങ്ങനെ വന്ന് ദേഷ്യപ്പെടുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്? ചിലര് സീരിയലിൽ ഭയങ്കരമായിട്ട് കാണുന്നുണ്ടാവും. ഇപ്പൊ തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ശകലം റേസസും ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങില്, നിറത്തിനോടുണ്ടാവുന്ന ഒരു പ്രശ്നം. അപ്പം അതൊക്കെ തുടങ്ങിയ സമയത്ത് എനിക്ക് ഒരുപാട് എന്റെ ക്ലോസ് ആയിട്ടുള്ള എന്തിനെന്റെ മോൻ തന്നെ പറയും, അപ്പൊ അമ്മയ്ക്ക് ഇപ്പൊ എന്നെയൊന്നും വേണ്ടല്ലേ എന്നൊക്കെ പറയുന്ന ആറ്റിറ്റ്യൂഡിലാണ്. ഇപ്പം വീട്ടിൽ ഹെൽപ്പ് ചെയ്യാൻ വരുന്നവര് ഉണ്ടായിരുന്നു. അവര് നിങ്ങൾക്കപ്പം നിറയില്ലാത്ത ആൾക്കാരെ ഇഷ്ടമല്ലല്ലേ? ഞാൻ പറഞ്ഞത് കഥാപാത്രമാണ്, ഞാനെന്ന വ്യക്തിയല്ലല്ലോ. അങ്ങനെയൊക്കെ ഓരോ ക്യാരക്ടേഴ്സ് കൊണ്ട് നമ്മൾ ഓരോന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ വീട്ടിൽ ആ ക്യാരക്ടർ കൊടുത്ത ഇമ്പാക്റ്റ് ആണല്ലോ അവരങ്ങനെ റിയാക്ട്. പണ്ടും ഇതുപോലെ ഏഷ്യാനെറ്റിൽ ഒരു സുജാത എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ, സ്വപ്നം എന്ന് പറഞ്ഞ സീരിയൽ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ആൾക്കാർ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, മോളെ അമ്മായിയപ്പൻ്റെ അടുത്തൊന്നും ഇങ്ങനെ മോശമായി പെരുമാറരുത് കേട്ടോ. അപ്പൊ പിന്നെയാണ് മനസ്സിൽ കത്തുന്നത് ഇത് സീരിയലിനെ പറ്റിയാ സംസാരിക്കുന്നത്. അങ്ങനെ കുറച്ച് കുഞ്ഞു കുഞ്ഞു ഇൻസിഡൻസ്. പിന്നെ ആ വരുന്ന ആൾക്കാരും പറയും അത് നമുക്ക് അത്രയും എന്താ പറയണ്ടേ രസകരമായി തോന്നിയോണ്ടാണല്ലോ നമ്മളത് വന്ന് പറയുന്ന കേട്ടോ എന്ന് പറയാറുണ്ട്. അല്ലാതെ ഭീകരമായ തല്ലി പിടി ഒന്നും കിട്ടിയിട്ടില്ല. മാമിന് ഇനി ചെയ്യാൻ ആഗ്രഹമുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടോ? എനിക്ക് കുറച്ച് എന്താ പറയണ്ടേ, നമ്മൾ ഈ സ്ഥിരം ഈ അയ്യോ പാവം ക്യാരക്ടേഴ്സ് ഒന്ന് മാറി ചെയ്യണം. അത് നെഗറ്റീവ് എന്നല്ല ഉദ്ദേശിച്ച് കുറച്ച് ബോൾഡായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ക്യാരക്ടേഴ്സ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഇപ്പൊ സീരിയൽസ് മാം നോക്കുകയാണെങ്കിൽ മാമിന് ഒരേ ഒരു ജോണറിലുള്ള ക്യാരക്ടേഴ്സ് മാത്രമേ കിട്ടുന്നുള്ളൂ എന്നുള്ളത് തോന്നുന്നുണ്ടോ? ഇല്ല, ഇപ്പോഴാണ് ശരിക്കും ഇപ്പൊ ചെയ്യുന്നവരെന്താന്ന് വെച്ചാൽ വലിയ 3 മക്കളുടെ അമ്മയായിട്ടാണ് ചെയ്യുന്നത്. അത് ഇതുവരെ ചെയ്യാത്തൊരു ക്യാരക്ടേഴ്സ് ആണ്. അപ്പം ഇതുവരെ റിപ്പീറ്റഡ് സാധനങ്ങൾ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു സീരിയലിൽ. കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ ഒരു യങ് ജനറേഷൻ അവർക്ക് മാമിന് കൊടുക്കാൻ പറ്റുന്ന ഒരു എന്താ പറയാ ഒരു കാര്യം, ഒരു ഗൈഡൻസ് എന്തായിരിക്കും? ലിവ് ഇൻ ദ മോമെന്റ് ആണ് പലപ്പോഴും നമ്മുടെ യങ്സ്റ്റേഴ്സ്. നാളെ കുറിച്ച് ഒന്നും കൂടുതൽ ബോധേഡ് അല്ല, പക്ഷെ ശകലം ബോധറേഷൻ നമുക്ക് വേണം. ഇന്ന് കഴിഞ്ഞാൽ നാളെ ഉണ്ടാവുമല്ലോ. അല്ലാതെ ഇനി പറഞ്ഞാൽ ഏറ്റവും എളുപ്പമാണ് നമുക്ക് മറ്റുള്ളവരെ ഉപദേശിക്കാന്നുള്ളത്. ഞാനാണെങ്കിൽ അങ്ങനെ മറ്റുള്ളവരെ ഉപദേശിക്കുന്ന കൂട്ടത്തിലും അല്ല. അതുകൊണ്ട് യങ്സ്റ്റേഴ്സിന് ഒരു ഉപദേശമില്ല, അവരുടെ ലൈഫ് അവർ ജീവിച്ച് തീർക്കട്ടെ എന്നുള്ളതാണ്. അല്ല, അപ്പൊ മാം മക്കളോട് അങ്ങനെ എങ്ങനെ ആയിരിക്കണം അങ്ങനെ പറഞ്ഞു കൊടുക്കാറില്ല? അല്ല, ചില സാധനങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ നമ്മൾ പറയുമല്ലോ, അങ്ങനെയുള്ളൂ. അല്ലാതെ ഇങ്ങനെ ഞാൻ വരച്ച വരയിൽ വരണം എന്നൊന്നും ചിന്തിക്കുന്നത്. കാരണം അവരൊരു ഇൻഡിവിജ്വൽ വ്യക്തിയാണ്. അപ്പൊ നമ്മുടെ എക്സ്പീരിയൻസ് കാരണം ഒരു അബദ്ധമോ അല്ലെങ്കിൽ മിസ്റ്റേക്കോ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കുഞ്ഞുങ്ങൾ അതേ ഒരു പാതല പോകുന്നുണ്ട്, നമുക്ക് പറഞ്ഞു കൊടുക്കാം. അതെ ഞാനിങ്ങനെ ചെയ്തപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്, അതുകൊണ്ട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞു കൊടുക്കാന്നേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് അങ്ങനെ ഇപ്പൊ മാം ഈ ഒരു ഫീൽഡിലാണ്, അപ്പൊ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇപ്പൊ മൂത്താള് തന്നെ അഭിനയിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് മോനെ ഏത് രംഗമാണെങ്കിലും സ്ട്രഗിൾ ഇസ് ദേ. നമ്മളിപ്പോ ചെയ്യുന്നൊരു ജോലിയുടെ പ്രഷർ താങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു, പക്ഷെ ഇഷ്ടപ്പെടുന്ന ഒരു ജോലിയിൽ നമുക്ക് സ്ട്രഗിളോ ഇത് വന്നു കഴിഞ്ഞാൽ നമ്മളത് എങ്ങനെയും ഡീൽ ചെയ്യും. ഇഷ്ടമല്ലാത്ത ചെയ്യുന്ന ജോലിയിലാണല്ലോ നമുക്ക് എന്തെങ്കിലും ചെറിയ മൈന്യൂട്ട് സാധനം വന്നാൽ പോലും നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ പറയുന്ന ഈ അഭിനയ രംഗത്തും അതിൻ്റെതായിട്ടുള്ള ഹർഡിൽസും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോൾ നമ്മൾ ഡേ ആൻഡ് നൈറ്റ് വർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പം എനിക്കാണെങ്കിൽ ഈ ആഫ്റ്റർ കോവിഡ് ഈ വെർട്ടിഗോ ഇയർ ബാലൻസിങ് പ്രശ്നമുണ്ട്. നമ്മൾ മരുന്നും കഴിച്ചിട്ട് ഡേയും നൈറ്റും വർക്ക് ചെയ്തിട്ടുണ്ട്. ലൊക്കേഷനിൽ നിന്ന് ബോധം കെട്ട് വീണിട്ടുണ്ട്. പക്ഷേ കാരണം നമുക്ക് ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് ഇഷ്യൂ ആയിരിക്കാം, നാളെ പോകേണ്ട എപ്പിസോഡ് ആയിരിക്കാം. അപ്പം അങ്ങനെയുള്ള ഒരുപാട് സാക്രിഫൈസസ് അത് ഏത് രംഗത്താണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. അപ്പം മക്കളോട് പറയുന്ന ഒരു കാര്യമാണ്, ഇത് ബെഡ് ഓഫ് റോസസ് അല്ല, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ നമ്മൾ ഇഷ്ടപ്പെടുന്ന മേഖലയാവുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെയെങ്കിലും ഓവർകം ചെയ്യാം. പിന്നെ പിള്ളേരോട് പറയുന്ന ഒരു കാര്യം, വർക്ക് എത്തിക്സ് വേണം. നമ്മൾ ചെയ്യുന്ന ജോലിയോട് ഒരു ആത്മാർത്ഥത വേണം. ഈ പലപ്പോഴും പല യങ്സ്റ്റേഴ്സും ഈ കേട്ടിട്ടുള്ളതാണ്, ഡേറ്റ് കൊടുത്തിട്ട് ആ ഡേറ്റിന് വരാതിരിക്കുക. അപ്പം അതിനെ വെയിറ്റ് ചെയ്ത് ബാക്കി എന്തുമാത്രം ആർട്ടിസ്റ്റുകൾ ടെക്നീഷ്യൻസ് ഇരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഏത് നിലയിലെത്തിയാലും നമ്മുടെ വിനയം വിടരുത്, ജോലിയോടുള്ള ആത്മാർത്ഥത നമ്മൾ വിടാൻ പാടില്ല. ചില തോന്നില്ല ഒരു നിലയിലെത്തി എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവരുടെ തോന്നുന്ന രീതിയിലാണ്.
അത് പാടില്ല. അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അത് ഞാൻ പറഞ്ഞ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ എന്താണോ ഇതാവുന്നത് അതൊക്കെ ഞാൻ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്നേ ഉള്ളൂ. അല്ലാതെ രാവിലെ മുതൽ രാത്രി വരെ ഉപദേശിക്കുന്ന ഒരു അമ്മയല്ല, എനിക്കും പറ്റത്തില്ല. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ മൂവീസ് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ പലരും പറയും ആ ഒരു മേഖല അത്ര നല്ലതല്ല എന്നുള്ള രീതിക്ക് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ എന്താ പറയാ, പ്രത്യേകിച്ച് ഇപ്പൊ ഈ പെൺകുട്ടികളൊക്കെ നമ്മൾ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുന്നവരുണ്ടെങ്കിൽ അപ്പൊ അവർക്കൊക്കെ വേണ്ടിട്ട് മാമിന് എന്താ പറയാനുള്ളത്? നല്ലതും ചീത്തയും എല്ലാ മേഖലയുണ്ട്. നിങ്ങൾ വഴി തെറ്റണം അല്ലെങ്കിൽ ചീത്തയാണ് ആ പ്രയോഗം പറയുന്നത്, അത് ഏത് മേഖലയിൽ നിന്നാലും സംഭവിക്കും. നിങ്ങൾ നല്ല രീതിയിൽ പോകണമെന്ന് ആഗ്രഹിച്ചാൽ അത് ഏത് മേഖലയിൽ പോയാലും നല്ല രീതിയിൽ നിൽക്കും. എന്താ പറയേണ്ടത്, ആവശ്യമില്ലാത്ത പ്രലോഭനങ്ങളിൽ വീഴാതിരിക്കുക. ഇപ്പം ലോകം കുറച്ചും കൂടി വൈഡ് സ്പ്രെഡായി, സോഷ്യൽ മീഡിയ ഉണ്ട്, നമ്മൾ ഒരുപാട് മറ്റുള്ളവർ കബളിക്കപ്പെട്ട ഒരുപാട് വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അതിൽ നിന്നും കണ്ടുപഠിക്കുക. അല്ലാതെ ഈ പറയുന്ന ഒരു ഭീകരമായൊരു മേഖലയൊന്നും അല്ല ഇത്, എല്ലാ മേഖലയും പോലെയാണ്. ഇനിയിപ്പോ ക്രിസ്മസ് ഒക്കെ വരാൻ പോവാണ്, എങ്ങനെയാ മാം വീട്ടിലുണ്ടാവോ അതോ ഷൂട്ട് ഉണ്ടോ ആ സമയത്ത്? ആക്ച്വലി ഷൂട്ടിന്റെ ഒരു ഡേറ്റ് ആണ്. യൂഷ്വലി എല്ലാവരും ഉണ്ടെങ്കിൽ വീട്ടിൽ ഒരുമിച്ച് ക്രിസ്മസും നമ്മൾ ഈ പറഞ്ഞ രണ്ടും ഹിന്ദുവും ക്രിസ്ത്യാനി ആയതുകൊണ്ട് അത്യാവശ്യം എല്ലാം ആഘോഷിക്കുന്നതാണ്. അപ്പൊ വീട്ടിൽ തന്നെ സാറും ഉണ്ടാവും? ഇപ്പൊ പുള്ളിയുടെ സിനിമയുടെ ഷൂട്ട് നടക്കുകയാണ്. അപ്പൊ പുള്ളിയും കൂടി ഫ്രീ ആണെങ്കിൽ വീട്ടിൽ കൂടും, അല്ലെങ്കിൽ എവറി ഡേ ഇസ് എ ക്രിസ്മസ്. അപ്പൊ മാമിന്റെ ഇനി പുതിയ വർക്കുകളൊക്കെ എന്താ? എന്റെ 2-3 പ്രോജക്ട്സ് ഇറങ്ങാനുണ്ട്. ഒന്ന് നമുക്ക് കോടതിയിൽ കാണാമെന്ന് പറഞ്ഞിട്ട്, പിന്നെ 48 hours, അങ്ങനെ 3-4 ചെറിയ ചെറിയ പടങ്ങളുണ്ട് വരാൻ. പിന്നെ ഇപ്പോൾ സീരിയൽ. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷങ്ങൾ. ഇതിപ്പോ ഒരുമിച്ച് തന്നെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാം. ഞാൻ പറഞ്ഞല്ലോ 15 days സീരിയലിന്റെ ഒരു ഷൂട്ടാണെങ്കിൽ ബാക്കി 15 days എന്തെങ്കിലും പ്രോജക്റ്റ് വരുവാണെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇത്രയും നേരം മാമിന്റെ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചതിന് ഒരുപാട് താങ്ക്സ്. അപ്പൊ നമ്മുടെ ദി വൺ ആൻഡ് ഓൺലി ഷീയുടെ പ്രേക്ഷകരോട് മാമിന് എന്താ പറയാനുള്ളത്? വൺ ആൻഡ് ഓൺലി ഷീ എന്ന് പറയുമ്പോൾ നമ്മൾ സ്ത്രീകളെ ബേസ്ഡ് ആയിട്ടുള്ളതാണല്ലോ. അതെ, ഇത്രയേ പറയാനുള്ളൂ. ലൈഫ് എപ്പോഴും സ്മൂത്ത് ആയിരിക്കില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ എപ്പോഴും പലപ്പോഴും നമ്മൾ കണ്ടിട്ടില്ലേ, പുറമേ നമ്മൾ പോർട്രേ ചെയ്യുന്ന പല ആൾക്കാരൊക്കെ നമ്മൾ കണ്ടില്ല അവരുടെയൊക്കെ ലൈഫ് എന്താണെന്ന്. എല്ലാവർക്കും ഉണ്ടാവും ഈ പറയുന്ന അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടാവുക. പക്ഷേ നമ്മൾ താഴെ പോയാലും പൂർവാധികം എന്താണ് ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേക്കണം, അത്രേ പറയാം. ഓക്കെ മാം, താങ്ക് യു. അപ്പോൾ എന്തായാലും മാമിൻ്റെ മനസ്സിലുള്ള ആഗ്രഹം പോലെ നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റട്ടെ, സിനിമയിലും അതുപോലെ തന്നെ പറ്റട്ടെ. അപ്പോൾ അതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് ഇനി മാമിനെ ഇന്റർവ്യൂ ചെയ്യാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആക്ച്വലി കുറെ കഴിഞ്ഞപ്പോൾ അത് ഇന്റർവ്യൂ ഫീലൊക്കെ പോയി. അപ്പൊ നോർമലി നമ്മൾ വീട്ടിലിരുന്നിട്ട് ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്ന ലെവലായി. പിന്നെ കുറെ കഴിയുമ്പോൾ ഓർത്തത് ഇത് ഇന്റർവ്യൂ ആയിരുന്നു. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. അടുത്ത ദിവസം മറ്റൊരു സ്പെഷ്യൽ ഗസ്റ്റുമായിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം പവിത്ര.